എല്ലാവർക്കും നമസ്കാരം. വീണാനാദം എന്നുള്ള പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇതുവരെ കർണാടക ശാസ്ത്രീയ സംഗീതം വീണയിൽ എങ്ങനെ അഭ്യസിക്കണം എന്നുള്ളത് പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ തുടക്കം മുതൽ സരളി വരിശകൾ, ജണ്ട വരിശകൾ, മധ്യസ്ഥായി വരിശകൾ, അലങ്കാരങ്ങൾ, പിന്നെ ഗീതങ്ങളും സ്വരജതി, ജതിസ്വരം, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. ഇതെല്ലാം ഒന്നുകൂടി ഒരു റിവൈസ് ചെയ്തിട്ട് വീണയിൽ ശാസ്ത്രീയ സംഗീതം എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം, എങ്ങനെയാണ് സാധകം ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയാം. ഇതേവരെ പഠിച്ചത് ആദ്യ 4 അഭ്യാസ ഗാനങ്ങൾ, അതായത് സരളി വരിശകളും ജണ്ട വരിശ, മധ്യസ്ഥായി വരിശ, അലങ്കാരം, ഇത്രയും പാഠങ്ങൾ നമ്മൾ പഠിച്ചത് മായാമാളവ ഗൗള എന്നുള്ള രാഗത്തിലാണ്. ഈ മായാമാളവ ഗൗള രാഗത്തിൻ്റെ സ്വരസ്ഥാനങ്ങൾ പേര് ഞാൻ പറയാം. ഷഡ്ജം, ശുദ്ധഋഷഭം, അന്തരഗാന്ധാരം, ശുദ്ധമധ്യമം, പഞ്ചമം, ശുദ്ധധൈവതം, കാകലി നിഷാദം. പിന്നെ അടുത്ത താരസ്ഥായി ഷഡ്ജം. ഇതാണ് നമ്മൾ ആദ്യം പഠിച്ച സരിഗമ പദനിസ എന്നുള്ള സ്വരസ്ഥാനങ്ങൾ. ഒന്നുകൂടി പറയാം. തിരിച്ച് അതുപോലെ തന്നെ താരസ്ഥായി ഷഡ്ജം, കാകൽ നിഷാദം, ശുദ്ധദൈവതം, പഞ്ചമം, ശുദ്ധമധ്യമം, അന്തർഗാന്ധാരം, ശുദ്ധഋഷഭം, പിന്നെ മധ്യസ്ഥായി ഷഡ്ജം. ഈ രാഗത്തിലാണ് നമ്മൾ ആദ്യ 4 പാഠങ്ങൾ, അതായത് അലങ്കാരങ്ങൾ വരെ പഠിച്ചത്. ഇതിന് ശേഷം നമ്മൾ ഓരോ രാഗം മാറ്റിയിട്ട് ഗീതങ്ങളാണ് പഠിച്ചത്. ഈ ഗീതങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ മായാമളഗോള രാഗത്തിലല്ല പഠിച്ചത്, പക്ഷേ അതുപോലെയുള്ള 72 രാഗങ്ങളിൽ ചില രാഗങ്ങളുടെ ജന്യരാഗങ്ങളിലാണ് നമ്മൾ പഠിച്ചത്. അതായത് മായാമളഗോള രാഗത്തിൽ നിന്ന് ജനിച്ച മലഹരി എന്നുള്ള രാഗത്തിൽ 3 ഗീതങ്ങളാണ് നമ്മൾ പഠിച്ചത്. ശ്രീഗണനാഥ എന്ന് തുടങ്ങുന്നതും, അതിനുശേഷം കുന്ദഗൗര എന്ന് തുടങ്ങുന്നതും, പിന്നെ പത്മനാഭ എന്ന് തുടങ്ങുന്നതും. ഈ 3ഉം മായാമളഗോള രാഗത്തിൽ നിന്നും ജനിച്ച മലഹരി എന്നുള്ള രാഗത്തിലാണ് പഠിച്ചത്. അതിനുശേഷം പഠിച്ച രാഗങ്ങൾ സരസ്വതി ഗീതം വരവീണ എന്ന് തുടങ്ങുന്നത് മോഹന രാഗത്തിലും, പിന്നീട് പഠിച്ച ശുദ്ധധന്യാസി എന്നുള്ള രാഗത്തിൽ അതുലിത വൈഭവ എന്നും, പിന്നീട് ശുദ്ധ സാവേരി, കല്യാണി, സാവേരി, കാംബോജി, ശങ്കരാഭരണം, ഇങ്ങനെ ഈ രാഗങ്ങളിലാണ് ബാക്കി പഠിച്ചത്. പിന്നെയുള്ള സ്വരജതി ബിലഹരി എന്നുള്ള രാഗത്തിലും, ജതിസ്വരം ശങ്കരാഭരണ രാഗത്തിലും ആണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഇതുവരെ പഠിച്ച കാര്യങ്ങൾ എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്ത് കയ്യിലാക്കുക, അതായത് വീണയിൽ എങ്ങനെയാണ് നമ്മൾ സംഗീതം പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതിനാണ്. ഇനിയിപ്പോൾ പറയാൻ പോകുന്നത് ഈ പാഠങ്ങൾ തന്നെ, അതായത് മായാമളഗോള രാഗത്തിൽ പഠിച്ച പാഠങ്ങൾ തന്നെ രാഗം മാറ്റി അതേ സ്വരങ്ങൾ രാഗം മാറ്റി വായിക്കുക എന്നുള്ളതാണ്. അതായത് സരിഗമ പദനിസ എന്ന് വരുന്ന 7 സ്വരം വരുന്ന സമ്പൂർണ്ണ രാഗങ്ങളിൽ കല്യാണി,
ശങ്കരാഭരണം എന്നുള്ള 2 രാഗങ്ങളും കൂടി നമ്മൾ പഠിച്ചിട്ടുണ്ട് ഗീതങ്ങളിൽ. അപ്പോൾ ഈ ആദ്യ പാഠങ്ങളെല്ലാം ഈ 2 രാഗങ്ങളിലും കൂടി വായിക്കുക. അത് എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. ആദ്യം മായാമളവുകളിൽ നമ്മൾ പഠിച്ചത് ഇതാണ് മായാമളവുകൾ. ശങ്കരാഭരണത്തിൻ്റെ സ്വരസ്ഥാനങ്ങൾ എടുത്തിട്ട് ആരോഹണം അവരോഹണം വായിക്കുക. ആദ്യം മായാമളവുകളിൽ പഠിച്ച എല്ലാ പാഠങ്ങളും ഈ രാഗത്തിലേക്ക് മാറ്റി വായിക്കാം. അതായത് ജണ്ടവരിശകളും, ആദ്യം സരളി വരിശകളും, പിന്നെ ജണ്ടവരിശകളും, പിന്നെ മധ്യസ്ഥായ വരിശകളും, പിന്നെ അലങ്കാരങ്ങളും. ഇതെല്ലാം ശങ്കരാഭരണ രാഗത്തിൽ എങ്ങനെ വായിക്കണം എന്നുള്ളത് ഞാൻ വായിച്ച് കേൾപ്പിച്ചുതരാം. രാഗം മാറ്റി വായിക്കുമ്പോൾ ഏത് സ്വരം തള്ളി വായിക്കണം, ഏത് സ്വരം അനുസ്വരമായിട്ട് വായിക്കണം, ഇതെല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം. അതെല്ലാം നമ്മൾ ഗീതങ്ങൾ പഠിപ്പിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൽ ഞാൻ ശങ്കരാഭരണ രാഗത്തിൽ സരളി വരിശകളിൽ 2 സ്വരം ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ഇതാണ് ആരോഹണം അവരോഹണം. ഇതിൽ ആദ്യത്തെ 2 സ്വരം, അതായത് സരളി വരിശകളിൽ 2ാമത്തേതും 3ാമത്തേതും സരി 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 ഗമ എന്നുള്ളതും സരിഗ സരിഗ സരി എന്നുള്ള 2 സരളി വരിശകളും ശങ്കരാഭരണ രാഗത്തിൽ എങ്ങനെ വായിക്കാം. ഇങ്ങനെ ആദ്യത്തെ 4 പാഠങ്ങളും, അതായത് സരളി വരിശ, ജണ്ടവരിശ, മധ്യസ്ഥായി വരിശ, അലങ്കാരം, ഈ 4 പാഠങ്ങളും ഈ രാഗത്തിൽ വായിച്ചാൽ ശങ്കരാഭരണ രാഗത്തിൻ്റെ ഏകദേശം രൂപം നമുക്ക് മനസ്സിലാവും. ഇത് ഒരു രീതിയാണ്. പിന്നെ പലവിധ താളങ്ങൾ നമ്മൾ പഠിച്ചത് അലങ്കാരങ്ങൾ എന്നുള്ള പാഠത്തിലാണ്. ഈ അലങ്കാരങ്ങൾ, അതായത് 7 താളങ്ങളും രാഗം മാറ്റി വായിക്കുക. നമ്മൾ മായാമളവുകളുടെ രാഗത്തിലാണ് പഠിച്ചത്, പക്ഷെ രാഗം മാറ്റി വായിക്കാം. അത് വായിക്കുമ്പോൾ ക്രമരാഗങ്ങളിൽ മാത്രം വായിക്കാവൂ. സമ്പൂർണ്ണ രാഗം ആവണമെന്നില്ല, അതായത് 7 സ്വരം വേണമെന്നില്ല. പക്ഷേ 5 സ്വരത്തിൽ നമ്മൾ പഠിച്ച മോഹന, ശുദ്ധധന്യാസി, ശുദ്ധ സാവേരി, ഈ രാഗങ്ങളിൽ നമുക്ക് അലങ്കാരങ്ങൾ വായിച്ച് നോക്കാം. അലങ്കാരങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ഒരേ രാഗത്തിൽ പഠിച്ച 7 താളങ്ങളും ഓരോ രാഗം മാറ്റി മാറ്റി വായിക്കുമ്പോൾ
ആ രാഗത്തിൽ ആ താളത്തിൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഒരു അവബോധം കിട്ടും. അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ വളരെ നല്ലതാണ്. പഴയ കാലത്തെ ഗുരുക്കന്മാർ അങ്ങനെയൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ പറയും. അങ്ങനെ ചെയ്താൽ വളരെ നല്ലതാണ്. അപ്പോൾ വീണാനാദം കാണുന്നവരും ഇത് കണ്ടു പഠിക്കുന്നവരെല്ലാവരോടും ഇതന്നെയാണ് ഞാനും പറയുന്നത്. രാഗം മാറ്റി വായിച്ച് പഠിക്കുക ഓരോ താളത്തിൽ. അത് ഓരോ രാഗത്തിൽ ഞാൻ ഓരോ അലങ്കാരം വായിച്ച് കേൾപ്പിക്കാം. ആദ്യം മായാമാളവോള രാഗത്തിൽ നമ്മൾ പഠിച്ച ചതുരസ്ര ജാതി ഏകതാളം 1, 2, 3, 4 ഇതാണ് ചതുരസ്ര ജാതി ഏകതാളം. സ രി ഗ മ രി ഗ മ പ ഇങ്ങനെയാണ് ഈ താളം പോകുന്നത്. ഇത് മായാമാളവുകളിൽ വായിക്കാം. ഇത് നമ്മൾ പഠിച്ചതാണ്. ഇത് നമ്മൾ പഠിച്ച അലങ്കാരങ്ങളിൽ ആദ്യത്തെ താളം ചതുരസ്രജാതി ഏകതാളം മായാമാളവഗൗള രാഗത്തിലാണ് ഇപ്പോൾ ഞാൻ വായിച്ചത്. രണ്ടാമത്തെ പഠിച്ച അലങ്കാരം ചതുരസ്രജാതി രൂപക താളമാണ്. ഈ രൂപക താളത്തിൽ ആദ്യം ഒരു ധൃതം, പിന്നെ ഒരു ചതുരസ്രജാതി ലഘുവും, 2, 4. ഇതും നമ്മൾ മായാമാളവഗൗള രാഗത്തിലാണ് പഠിച്ചത്. അതിപ്പോൾ ഞാൻ രാഗം മാറ്റി മോഹനരാഗത്തിൽ വായിക്കും. മോഹനരാഗം ആരോഹണം അവരോഹണം. ഇതാണ് മോഹനരാഗം. ഈ രാഗത്തിൽ ചതുരസ്രജാതി രൂപക താളം അലങ്കാരം. ഈ മോഹനരാഗത്തിൽ 2 കാലം ചതുരസ്രജാതി രൂപക താളമാണ് ഇപ്പോൾ വായിച്ചത്. 2ാം കാലം വായിക്കുമ്പോഴും 1ാം കാലം വായിക്കുമ്പോഴും താളമിടുന്ന സ്ഥലം വളരെ ശ്രദ്ധിച്ചിട്ട് വേണം വായിക്കാൻ. ഇത് ഞാൻ 2ാം കാലം വായിക്കുമ്പോൾ 2-3 സ്ഥലത്ത് ഞാൻ താളം ഇട്ടില്ല. അത് മനഃപൂർവ്വമാണ്. ഇനിയിപ്പോൾ കറക്റ്റായിട്ട് താളം ഇട്ടിട്ട് എങ്ങനെയാണ് മോഹനരാഗത്തിൽ ചതുരസ്രജാതി രൂപക താളം 2ാം കാലം വായിക്കുക എന്നുള്ളത്. ഒന്നുകൂടി വായിക്കാം.
അടുത്ത് നമ്മൾ പഠിച്ചത് ത്രിശ്രജാതി ത്രിപുടതാളം. അലങ്കാരങ്ങൾ എന്നുള്ള പാഠത്തിൽ ത്രിശ്രജാതി ത്രിപുടതാളമാണ് നമ്മൾ പഠിച്ചത്. അത് രാഗം മാറ്റി വായിക്കും. ശുദ്ധധന്യാസി എന്നുള്ള രാഗത്തിൽ നമ്മൾ പഠിച്ച ഒരു ഗീതമുണ്ട്, അതുലിത വൈഭവ എന്ന് തുടങ്ങുന്നത്. ആ രാഗത്തിൻ്റെ ആരോഹണം അവരോഹണം വായിച്ചിട്ട് അതിൽ ത്രിശ്രജാതി ത്രിപുടതാളം എങ്ങനെ വായിക്കണം അതൊന്ന് കേൾപ്പിച്ചുതരാം. ഇതാണ് ശുദ്ധധന്യാസി രാഗത്തിൻ്റെ ആരോഹണം അവരോഹണം. ഒന്നുകൂടി വായിക്കാം. ഇതിൽ ത്രിശ്രജാതി ത്രിപുടതാളം, അതായത് ലഘു 3 അക്ഷരം, പിന്നെ 2 ധൃതം, 3ഉം 2ഉം 2ഉം. ഇത് ശുദ്ധധന്യാസി രാഗത്തിൽ ത്രിശ്രജാതി ത്രിപുടതാളം 1-ാം കാലം. 2-ാം കാലം താളമിട്ട് വായിക്കുമ്പോൾ നോക്കാം. ഇതാണ് ശുദ്ധധന്യാസി രാഗത്തിൽ ത്രിശ്രജാതി ത്രിപുടതാളം. ഇങ്ങനെ ബാക്കി 4 താളം കൂടി, അതായത് ചതുരസ്രജാതി മഠ്യതാളം, ഖണ്ഡജാതി അടതാളം, ചതുരസ്രജാതി ധ്രുവതാളം, മിശ്രജാതി ഝംപതാളം. ഈ 4 താളങ്ങളും കൂടി ഓരോ രാഗം മാറ്റി മാറ്റി വായിച്ച് 2 കാലം താളമിട്ട് വായിച്ച് പഠിക്കുക. ഇങ്ങനെയാണ് വീണ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഈ സ്വരസ്ഥാനങ്ങളും പല താളങ്ങളും നമുക്ക് നല്ലോണം മനസ്സിലാവും. ഏതെങ്കിലും സമയത്ത് എന്തെങ്കിലും വേറെ കീർത്തനമോ എന്തെങ്കിലും വർണ്ണമോ പഠിക്കുമ്പോൾ എങ്ങനെയാണ് ഇത് വീണയിൽ വായിക്കുക എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു ഐഡിയ കിട്ടും. അപ്പോൾ ഈ വീണ അഭ്യസിക്കുന്നവർ ഈ രീതിയിൽ ആദ്യ പാഠങ്ങളെല്ലാം, അലങ്കാരം വരെയുള്ള പാഠങ്ങളെല്ലാം രാഗം മാറ്റി വായിച്ച് പ്രാക്ടീസ് ചെയ്യുക. അത് വളരെ നല്ലതാണ്. കുറച്ച് സമയമെടുക്കും, കുറച്ച് എഫർട്ടും വേണ്ടി വരും. എന്നാലും അത് ചെയ്യുന്നത് വളരെ വളരെ നല്ലതാണ്. നമുക്ക് തന്നെ ഒരു സന്തോഷം കിട്ടും. നമ്മൾ ഇതുവരെ വീണയിൽ രാഗം മാറ്റി ആദ്യത്തെ അഭ്യാസ ഗാനങ്ങളായ സരളീവർഷ, ജണ്ടവർഷ, മധ്യസ്ഥായി വർഷ, അലങ്കാരം എന്നുള്ളത് എങ്ങനെ വായിക്കണം എന്നുള്ളത് പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളതും പഠിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ വീണ പഠിക്കുന്നവർക്ക് മാത്രമല്ല, ഏത് ഇൻസ്ട്രുമെൻ്റ് പഠിക്കുന്നവർക്കും അല്ലെങ്കിൽ പാട്ട് പഠിക്കുന്നവർക്കും ഇത് വളരെ നല്ലൊരു എക്സസൈസാണ്. രാഗം മാറ്റി അതേ പാഠങ്ങൾ ഓരോ രാഗത്തിലും പാടുക. ജണ്ടവർഷ, മധ്യസ്ഥായി വർഷ, അലങ്കാരം ഇതെല്ലാം സമ്പൂർണ്ണ രാഗങ്ങളിൽ മാത്രം ചെയ്യാം. പക്ഷേ അലങ്കാരങ്ങൾ ഏത് രാഗത്തിലും ചെയ്യാം. എന്നാലും ക്രമരാഗങ്ങൾ മാത്രം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ.
അതായത് ആരോഹണത്തിൽ എത്ര സ്വരമുണ്ടോ അവരോഹണത്തിലും അത്രയും സ്വരം ഉണ്ടാവും. ഇതിനാണ് ക്രമരാഗമെന്ന് പറയും. ആരോഹണത്തിലും അവരോഹണത്തിലും ഒരേ സ്വരസ്ഥാനങ്ങൾ ഉണ്ടെങ്കിൽ അതിന് സമ്പൂർണ്ണ രാഗമെന്ന് പറയും. മായാമാളവഗൗള, ശങ്കരാഭരണം, കല്യാണി, ഇങ്ങനത്തെ രാഗങ്ങൾ. അപ്പോൾ പാടുന്നവരും വേറെ ഉപകരണങ്ങൾ എന്തെങ്കിലും, ഇപ്പോൾ വയലിനോ കീബോർഡോ എന്തെങ്കിലും പഠിച്ചാലും ഈ സ്വരസ്ഥാനങ്ങളും ഇതിൻ്റെ താളങ്ങളും ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് വളരെ നല്ലൊരു പ്രാക്ടീസ് ചെയ്യുന്ന രീതിയാണ്. അപ്പോൾ എല്ലാവരും ഇതിൽ പ്രാക്ടീസ് ചെയ്തിട്ട് അതിൻ്റെ സന്തോഷം അനുഭവിക്കുക.